കേട്ടോ, ഞാൻ പറയാൻ പോണ ഒരു കഥ ഉണ്ട്. നല്ലൊരു സംഭവമാണ്. കുട്ടികളും കേട്ടാ ഞെട്ടും. എന്താ ചേച്ചി അങ്ങനൊരു ടോണില്? പറയ്, എന്താ സംഭവം? സംഭവം എന്ന് പറഞ്ഞാ നമ്മുടെ സൂബിയും കോപ്പിയും അല്ലേ, അവര് വെക്കേഷന് ലീവിന് കാടിന്റെ ഉള്ളില് പോയതാ. വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഓഹോ, എന്നിട്ട് കാടെങ്ങനെയുണ്ടായി? കാടെന്ന് പറഞ്ഞാ മോനെ ഒരു രക്ഷയില്ല. തെളിഞ്ഞ വെള്ളുള്ള പുഴ, നിറയെ പലതരം പൂക്കളുള്ള മരങ്ങള്, കേൾക്കാൻ നല്ല രസമുള്ള കിളികളുടെ പാട്ട്. അതൊരു മായാലോകം പോലെയായിരുന്നു. കാട്ടിന് പോലെ ഒരു പ്രത്യേക മണവും നല്ലൊരു തണുപ്പും ഒക്കെ. ശരിക്കും പറഞ്ഞാ അങ്ങനൊരു അനുഭവം വേറെ കിട്ടൂല. ആഹാ, കേൾക്കാൻ തന്നെ രസണ്ടല്ലോ. എന്നിട്ട് അവിടുന്ന് ആരെയാ കണ്ടേ? അങ്ങനെ കാടിന്റെ ഉള്ളിലേക്ക് പോയപ്പോ ഒരു മാലാഖേനെ കണ്ടു. അത് പൊള്ളിയായിരുന്നു. കണ്ടാ തന്നെ മനസ്സിലാവും, ഭയങ്കര വെളിച്ചവും സ്നേഹവും ഉള്ള ഒരു മാലാഖ. മാലാഖയോ? ശരിക്കും അവര് പേടിച്ചില്ലേ? പേടിക്കാനോ? മാലാഖയുടെ മുഖത്ത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് സ്നേഹം. അവര് രണ്ടാളെയും സ്നേഹത്തോട് വീട്ടിലേക്ക് ക്ഷണിച്ചു. മാലാഖയുടെ വീട് അതും ഒരു അത്ഭുത ലോകം. വീടോ? കാടിന്റെ ഉള്ളില്? എങ്ങനെയുണ്ടായി വീട്? അതൊരു വർണ്ണക്കുടല് പോലെയായിരുന്നു. നിറയെ തിളക്കുള്ള കല്ലുകളും ഭംഗിയുള്ള പൂക്കളും നല്ല കളർഫുൾ ഗ്ലാസുകളും ഒക്കെ ആയിട്ട്. എവിടെ നോക്കിയാലും കണ്ണെടുക്കാൻ തോന്നൂല. നല്ലൊരു ഫീലാ. അവർക്ക് വേണ്ടത് എന്തോ അവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം, പുതിയ കളിപ്പാട്ടങ്ങള്, എന്തും. അപ്പോ മാലാഖ വെറുതെ അവിടെ താമസിക്കണതായിരുന്നോ? എന്താ മാലാഖയുടെ പണി? അതാ സംഭവം. മാലാഖയുടെ പണി എന്താന്നറിയോ? കുട്ടികൾ ചെയ്യണ എല്ലാ നല്ല കാര്യങ്ങളും ശേഖരിച്ച് ദൈവത്തിന് കൊടുക്കണതാ. ഒരു നല്ല കാര്യം ചെയ്താല് മാലാഖയുടെ കയ്യില് ഒരു സ്വർണ്ണത്തരി കൂടും. ഓഹോ, അപ്പോ നല്ല കുട്ടികളായിരിക്കണമെന്നല്ലേ? അപ്പൊ മാലാഖയുടെ കയ്യില് നിറയെ സ്വർണ്ണത്തരിയും ഉണ്ടാവും. ഉണ്ടാവും, ഒരുപാട് സ്വർണ്ണത്തരികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ചാ ഒരു ഞെട്ടിക്കണ സംഭവം ഉണ്ടായത്. ഞെട്ടിക്കണ സംഭവോ? എന്താ ചേച്ചി, സസ്പെൻസ് അടിക്കാതെ പറയ്. സൂബിയും ഗോപിയും കളിക്കണേനിടയില് ഒരു ഉറുമ്പിനെ കണ്ടു. അവരതിനെ മാലാഖിനെ കാണിക്കാൻ വേണ്ടി കയ്യിലെടുത്തു. ഉറുമ്പിനെയോ? എന്നിട്ട് മാലാഖ എന്ത് ചെയ്തു? അത് കണ്ടപ്പോ ഹേയ്, മാലാഖ കരയാൻ തുടങ്ങി. കരയാനോ? ഉറുമ്പിനെ കണ്ടിട്ടോ? എന്തിനാ കരഞ്ഞേ? അതാ ഞെട്ടിക്കണ സത്യം. ആ ഉറുമ്പിനെ കണ്ടപ്പോ മാലാഖയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്വർണ്ണത്തരികളും, ഇത്രയും കാലം കഷ്ടപ്പെട്ട് കൂട്ടിവെച്ചതൊക്കെ, അതൊക്കെ അങ്ങോട്ട് പോയി. പോയോ? ഒരു ഉറുമ്പിനെ കണ്ടിട്ട് എന്തിനാ അങ്ങനെ? മാലാഖ പറഞ്ഞു, ഈ ഉറുമ്പിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ എന്റെ കയ്യിലായി പോയി. അതിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഞാൻ ഇല്ലാതാക്കി. അതിനു പകരമായി എന്റെ എല്ലാ നല്ല കാര്യങ്ങളും അതിന് കൊടുക്കണം. അയ്യോ, അപ്പോ മാലാഖയുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായോ? എന്ത് കഷ്ടാ. അപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ ചെയ്യണ ഒരു ചെറിയ തെറ്റുപോലും എത്ര വലിയ നന്മകളെയാ ഇല്ലാതാക്കണേന്ന്. ഒരു ജീവിയോടുള്ള ദയ പോലും എത്ര വലുതാണെന്ന്. മാലാഖ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ശരിക്കും ഒരു ഉറുമ്പിനെ പോലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ലല്ലേ? വലിയൊരു പാഠമാണത്. അതെ, കുട്ടികൾക്ക് മനസ്സിലാവണം ഇതൊക്കെ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതാണ് ആ സംഭവം. ശരിക്കും ശരിക്കും ഇത് സൂപ്പർ കഥയാണല്ലോ. ഇതുപോലെ കഥകൾ ഇനിയും ഉണ്ടാവോ? തീർച്ചയാ. നമ്മളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾക്ക് വേണ്ടി ഇനിയും നമ്മൾ കഥ പറയും. അപ്പൊ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? അപ്പോ അടുത്ത കഥയ്ക്ക് കാണാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ കമന്റും ലൈക്കും തന്നേക്കണേ കൂട്ടുകാരെ. ഇനി അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കാം.